അസ്സലാമു അലൈക്കും. കുട്ടികളെ, നിങ്ങളെല്ലാവരും വലിയ ഉന്മേഷത്തിലാണല്ലേ? നിങ്ങളെല്ലാവരും എന്നും വായിക്കാറുണ്ടോ? നമ്മൾ ക്ലാസ് കേട്ടിട്ട് എന്നും വായിക്കണം. എപ്പോഴൊക്കെയാണ് നിങ്ങൾ വായിക്കാറുള്ളത്? രാത്രി വായിക്കാറുണ്ടല്ലേ? എപ്പോൾ? അതെ, മഗ്‌രിബ് നമസ്കരിച്ചിട്ട് നമ്മൾ വായിക്കാറുണ്ട് അല്ലേ? നമ്മൾ ആദ്യം എന്താ ചെയ്യാറ്? മഗ്‌രിബ് നമസ്കാര ശേഷം നമ്മൾ ഖുർആൻ ഓതും. അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യാറുള്ളത്? അതെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ഖുർആൻ ഓതണം. അതിനുശേഷം നമ്മൾ കിതാബ് വായിക്കണം. വായിക്കാത്തതിന് ഉമ്മമാർ വഴക്ക് പറയാറുണ്ടോ നിങ്ങളെ? പറയാറുണ്ടല്ലേ? എന്തിനാ അവർ വഴക്ക് പറയുന്നത്? അവർ വഴക്ക് പറയുന്നത് നല്ല കുട്ടികളായി വായിച്ചു വളരാൻ വേണ്ടിയിട്ടാണ്. മിടുക്കരും മിടുക്കികളുമായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉമ്മമാർ നമ്മെ വഴക്ക് പറയുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മുടെ ഉമ്മമാർ വഴക്ക് പറയാറുള്ളത്? നമ്മുടെ ഉമ്മമാർ മഴയത്ത് കളിക്കാൻ പോയാൽ അല്ലേ, പുറത്തിറങ്ങി മഴ പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങി കളിച്ചാൽ നമ്മുടെ ഉമ്മമാർ വഴക്ക് പറയാറുണ്ടല്ലേ? പിന്നെയോ, ഭക്ഷണം കഴിക്കാതെ കളിക്കാൻ പോയാൽ നമ്മുടെ ഉമ്മമാർ വഴക്ക് പറയാറുണ്ടല്ലേ? എന്തിനാ അവർ വഴക്ക് പറയുന്നത്? മഴയത്ത് കളിക്കാൻ പോയി നമുക്ക് പനി വന്ന് അസുഖം വന്നാൽ നമ്മൾ ബുദ്ധിമുട്ടിലാവൂലേ? അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മമാർ നമ്മെ വഴക്ക് പറയുന്നത്. ഭക്ഷണം കഴിക്കാതിരുന്നാലും നമുക്ക് അസുഖങ്ങൾ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉമ്മമാർ നമ്മെ വഴക്ക് പറയുന്നത്. വഴക്ക് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഉമ്മമാരോട് ദേഷ്യപ്പെടാറുണ്ടോ? തിരിച്ച് ചെറുതായിട്ട് ദേഷ്യപ്പെടാറുണ്ടല്ലേ? ചിലരൊക്കെ ഉണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാണ്? നമ്മുടെ ഉമ്മമാർക്കാണ് അല്ലേ? നമ്മുടെ ഉമ്മമാർക്കും നമ്മുടെ ഉപ്പമാർക്കുമാണ് ഏറ്റവും ഇഷ്ടമുണ്ടാവുക. അവർ വഴക്ക് പറയുന്നത് നമ്മൾ നല്ല കുട്ടികളാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് വായിക്കാത്തതിന് വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ച് ദേഷ്യം കാണിക്കാൻ പാടില്ല. ഓക്കെ? നമ്മൾ കഴിഞ്ഞ അമലിയാത്തിൻ്റെ കിതാബിൽ ഏതു പാഠമാണ് പഠിച്ചത്? നിങ്ങളിൽ ആർക്കാ ഓർമ്മയുള്ളത്? ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ? നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചത്? പറയൂ. നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏതാണ്? നമസ്കാരമാണ്. അതല്ലേ നമ്മൾ പഠിച്ചത്? അതെ, നമ്മുടെ ശരീരം കൊണ്ട്, അള്ളാഹു തന്നതല്ലേ ശരീരം, ഈ ശരീരം കൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ, ആ ഇബാദത്തുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഉത്തമമായതും ഏതാണ്? നമസ്കാരമാണ്. അതാ നമ്മൾ പഠിച്ചത് അല്ലേ? 5 നേരം നമ്മൾ നമസ്കരിക്കാറുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ ആരൊക്കെയാണ് നമസ്കരിക്കാറുള്ളത്? പറയൂ. നമ്മുടെ ഉപ്പമാർ നമസ്കരിക്കാറുണ്ടല്ലേ? നമ്മുടെ ഉമ്മമാരോ? ഉമ്മമാരും നമസ്കരിക്കാറുണ്ടല്ലേ? പിന്നെ ആരൊക്കെയാണ് നമസ്കരിക്കാറുള്ളത്? ഇത്താത്തമാര്, പിന്നെയോ ഇക്കാക്കമാരും നമസ്കരിക്കാറുണ്ട് അല്ലേ? വേറെ ആരെങ്കിലും നമസ്കരിക്കാറുണ്ടോ? ഇല്ലേ? ഉണ്ട്. നമ്മുടെ വീട്ടിൽ മറ്റാരൊക്കെയാണ് ഉള്ളത്? വല്യുപ്പമാരുണ്ടല്ലേ? പിന്നെയോ വല്യുമ്മമാരും ഉണ്ടല്ലേ? അവരൊക്കെ നമസ്കരിക്കാറുണ്ടല്ലേ? എല്ലാവർക്കും നിർബന്ധമാണോ ഈ നമസ്കാരം? ഒഴിവാക്കാൻ പറ്റുമോ? ഒരു ദിവസം ഒഴിവാക്കാൻ പറ്റുമോ? നമസ്കരിക്കണം. ആർക്കും ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ ഒഴിവാക്കാൻ പറ്റുന്നവരുണ്ടോ? ഉണ്ട്. ആരാണത്? നമ്മുടെ ഉമ്മമാരാണത്. നമ്മുടെ ഉമ്മമാരും പിന്നെയോ നമ്മുടെ ഇത്താത്തമാരും അല്ലേ? ഇത്താത്തമാർക്കും ഉമ്മമാർക്കും എന്താ ഒഴിവാക്കാൻ പറ്റുന്നത്? അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരോട്. എല്ലാ സമയത്തും ഒഴിവാക്കാൻ പറ്റൂല, ചില സമയത്ത് മാത്രം.
ചില സമയത്ത് മാത്രം അവർക്ക് ഒഴിവാക്കാം. ആ സമയം എപ്പോഴാണ് നമുക്കറിയോ? നമുക്കെന്താ അങ്ങനെ അല്ലാഹു തആല നമസ്കാരം ഒഴിവാക്കണം എന്ന് നമ്മളോട് എന്താ പറയാത്തത്? എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉമ്മമാരോട് അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ഉമ്മമാരുടെ ശരീരത്തിന് അല്ലാഹു തആല പ്രത്യേകതകൾ വെച്ചിട്ടുണ്ട്. ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉപ്പമാരുടെ ശരീരത്തിന് ഇല്ലാത്ത പ്രത്യേകതകൾ നമ്മുടെ ഉമ്മമാരുടെ ശരീരത്തിന് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അറിയുമോ? നമ്മൾ ആരാ പ്രസവിച്ചത്? അതാലോചിച്ച് നോക്കൂ. നമ്മുടെ ഉമ്മമാരാണ് നമ്മെ പ്രസവിച്ചത്. നമ്മുടെ ഉപ്പമാർ പ്രസവിക്കാറുണ്ടോ? ഇല്ല, അല്ലേ? നമ്മുടെ ഉമ്മമാരുടെ വയറിനകത്താണ് നമ്മൾ ആദ്യം ഉണ്ടായത്, അല്ലേ? പിന്നീട് നമ്മുടെ ഉമ്മമാർ പ്രസവിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ലോകം കണ്ടത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉപ്പമാർക്ക് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? അല്ലാഹു തആല അവരുടെ ശരീരത്തിന് പ്രത്യേകതകൾ വെച്ചിട്ടില്ല. നമ്മുടെ ഉമ്മമാരുടെ ശരീരത്തിനാണ് പ്രത്യേകതകൾ വെച്ചിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ട് ആ ഉമ്മമാരുടെ ശരീരത്തിൻ്റെ പ്രത്യേകമായ ചില സമയങ്ങളിൽ അല്ലാഹു തആല അവരോട് നമസ്കാരം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉമ്മമാരുടെ ശരീരം പ്രത്യേകതയുള്ള ശരീരമല്ലേ? അപ്പോൾ നമ്മുടെ ഇത്താത്തമാരുടെ ശരീരമോ? ഇത്താത്തമാരുടെ ശരീരത്തിനും പ്രത്യേകതയുണ്ട്. കാരണം എന്താ? അവർ കല്യാണം കഴിഞ്ഞാൽ അവരും പിന്നീട് ഉമ്മമാരാകും, അല്ലേ? അവരും പിന്നീട് ഉമ്മമാരാകും. അപ്പോൾ ആ ഇത്താത്തമാരുടെ ശരീരത്തിനും അല്ലാഹു തആല ആ ഉമ്മമാരാകാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ നമസ്കാരം ഒഴിവാക്കണം. അല്ലാത്തവർ ഒഴിവാക്കിയാലോ? നമ്മളൊക്കെ ഒഴിവാക്കിയാലോ? നമ്മളൊന്നും ഒഴിവാക്കാൻ പാടില്ല. നമ്മളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പരലോകത്തെത്തിയാൽ, പരലോകത്ത് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മരണശേഷം ഉള്ള ലോകം. ആ ലോകത്തെത്തിയാൽ അല്ലാഹു തആല നമ്മെ ശിക്ഷിക്കും, അല്ലേ? നമ്മുടെ ഉമ്മമാർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒഴിവാക്കിയാൽ അവർക്ക് ശിക്ഷയുണ്ടോ? ഇല്ല, അവർക്ക് ശിക്ഷയില്ല. അല്ലാത്ത സമയത്ത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. അല്ലാത്ത സമയത്ത് അവരും നമ്മളെപ്പോലെ നമസ്കരിക്കണം. അപ്പോൾ എന്തായിരിക്കും ആ പ്രത്യേകത? ഏതൊക്കെ സമയത്താണ് ആ പ്രത്യേകത? ആ പ്രത്യേകതയെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ പ്രത്യേകമായ സാഹചര്യങ്ങളെ, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിനെ നമ്മുടെ കിതാബിൽ രണ്ട് പേര് പറയുന്നുണ്ട്. ആ പേര് നമ്മൾ പഠിക്കണം. ആ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഉമ്മമാർക്ക് നമസ്കാരം ഒഴിവാക്കാം. അതേതൊക്കെ എന്നറിയുമോ? അത് പറഞ്ഞു തരാം. അത് ഒന്ന്, ഹൈള് ഉണ്ടാകുന്ന സമയമാണ്. ഹൈള് എന്നാണ് അതിന് അറബിയിൽ പറയുക. എന്താ ഹൈള് എന്ന് പറഞ്ഞാൽ? നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ മുതിർന്ന പെൺകുട്ടികളായിട്ടുണ്ട്, ഒക്കെ ആകാൻ പറ്റുന്ന മുതിർന്ന പെൺകുട്ടികളായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അടയാളമായിട്ട് അവരുടെ ശരീരത്തിന് ചില പ്രത്യേക കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ചില പ്രത്യേക കാര്യമാണ് എന്ത്? ഹൈള് എന്ന് പറയുന്നത്. ആ സമയത്ത്, ആ പ്രത്യേക കാര്യം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നമസ്കാരം ഒഴിവാക്കാം. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം നിഫാസ് എന്നതാണ്. നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഫാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ കുഞ്ഞുവാവകളെ പ്രസവിക്കൂലേ? ആ കുഞ്ഞുവാവകളെ പ്രസവിച്ച ശേഷം നമ്മുടെ ഉമ്മമാരുടെ ശരീരത്തിന് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അല്ലേ? ആ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന ആ സമയത്ത് അല്ലാഹു തആല അവർക്ക് ഒരു കാര്യം കൂടി വെച്ചിട്ടുണ്ട്. ആ കാര്യം ഉണ്ടാകുമ്പോഴും അവർ നമസ്കാരം ഒഴിവാക്കണം. കേട്ടോ? ഈ രണ്ട് കാര്യം ഉണ്ടാകുമ്പോൾ മാത്രം അവർ നമസ്കാരം ഒഴിവാക്കാം. അല്ലാത്ത സമയത്തൊക്കെയും നമ്മളെപ്പോലെ അവരും നമസ്കരിക്കണം. നമ്മളെപ്പോലെ ഉമ്മമാരും നമസ്കരിക്കണം. ഇത്താത്തമാരും ഈ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമസ്കാരം ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത സമയത്ത് നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ടായാലോ അവർ തീർച്ചയായിട്ടും നമസ്കാരം ഒഴിവാക്കണം. ആരാ അങ്ങനെ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു. നമ്മളോട് ആരാ നമസ്കരിക്കണമെന്ന് പറഞ്ഞത്?
അള്ളാഹു പറഞ്ഞതല്ലേ. നമസ്കാരം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞതും ആരാ? അള്ളാഹു തആല. ഏതൊക്കെ സമയത്താണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞതും ആരാ? അള്ളാഹു തആല. അപ്പോൾ ആരൊക്കെയാണ് നടത്തേണ്ടത് എന്ന് പറയുന്നതും അള്ളാഹു തആല തന്നെയാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ നമസ്കരിക്കാൻ പറ്റുമോ? അള്ളാഹു തആലാക്ക് വേണ്ടി നമസ്കാരം നമുക്ക് എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ? നമുക്ക് ഒരു ദിവസം തിരക്കുള്ള ദിവസമാണ്, രാവിലെ കുറച്ച് ഒഴിഞ്ഞ സമയമുണ്ട്, ഒഴിവുള്ള സമയമുണ്ട്, അതുകൊണ്ട് 5 നേരത്തെ നമസ്കാരം രാവിലെ തന്നെ നമസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അള്ളാഹു തആല നിയമം വെച്ചിട്ടുണ്ട്. ഓരോ നമസ്കാരം അതിൻ്റെ സമയത്തു തന്നെ നിർവഹിക്കണം. അതുപോലെ അള്ളാഹു തആല വെച്ച ഒരു നിയമമാണ് എന്ത്? നമസ്കാരം ചില സമയത്ത് ഉമ്മമാരും ഇത്താത്തമാരും നടത്താൻ പാടില്ല, ബാക്കിയുള്ള സമയത്ത് അവർ നടത്തണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നമുക്ക് പാഠം വായിക്കാം. നിങ്ങളെല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഈ കാര്യങ്ങൾ ഇനി നമ്മൾ പാഠം വായിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ മനസ്സിലാവും. എന്നാൽ ഞാൻ പാഠം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞത് നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. ആദ്യ സമയത്ത് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് വരെ നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ശ്രദ്ധിച്ചോളൂ, എന്താണ് വായിക്കുന്നത് എന്ന്. വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ? അതെ, ആർക്കാ ഓർമ്മ ഉള്ളത്? ഓർമ്മയുള്ളവരുണ്ടല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? നിങ്ങളെല്ലാവരും ചൊല്ലിയോ? നമുക്ക് ചൊല്ലി തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ വായിക്കാണ്, കേട്ടോളി. ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ, ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ ഒഴിച്ച് എല്ലാ മുക്കല്ലഫിനും, എങ്ങനെ വായിച്ചത്? എല്ലാ മുക്കല്ലഫിനും 5 നേരത്തെ നമസ്കാരം. എന്താ പറഞ്ഞത്? 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? ഹൈലോ നിഫാസോ ഉള്ള, നമ്മൾ 2 കാര്യം പറഞ്ഞില്ലേ നേരത്തെ? ഉമ്മമാർക്കും താത്തമാർക്കും ഉണ്ടാകുന്ന 2 കാര്യം പറഞ്ഞു. എന്താ? ഒന്നിൻ്റെ പേര് ഹൈല്, മറ്റേതേതാ? നിഫാസ്. ഈ 2 കാര്യം ഒഴിച്ച് അതുണ്ടാകുന്ന സ്ത്രീകളല്ലേ നമ്മുടെ ഉമ്മമാരും ഇത്താത്തമാരും? അതുപോലെയുള്ള സ്ത്രീകൾ ഒഴിച്ച്, ഈ 2 കാര്യങ്ങളും ഉണ്ടാകുന്ന സ്ത്രീകൾ ഒഴിച്ച് ബാക്കി എല്ലാ മുക്കല്ലഫിനും എന്ത് നിർബന്ധമാണ്? ദിവസവും 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, ആരാ ഈ മുക്കല്ലഫ്? നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ മുക്കല്ലഫ് ആരാന്ന്. എന്നാൽ കേട്ടോളൂ, മുക്കല്ലഫ് ആരാ എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളയാളാണ് മുക്കല്ലഫ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളയാളാണ് മുക്കല്ലഫ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തണം, പിന്നെയോ ബുദ്ധി ഉണ്ടാവണം. ഭ്രാന്ത് പോലത്തെ അസുഖമുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി ഇല്ലാത്തവരാവൂലേ? ബുദ്ധി ഇല്ലാത്തവരല്ലേ ഭ്രാന്തുള്ളവർ? അവർക്കൊന്നും നമസ്കാരം നിർബന്ധമില്ല. അവർക്ക് നമസ്കരിക്കാൻ കഴിയുമോ? അവർക്ക് നമസ്കാരം ബുദ്ധിയില്ലല്ലോ, പിന്നെ എങ്ങനെ അവർ നമസ്കരിക്കുക? അവർ നമസ്കരിക്കാൻ കഴിയില്ല. പിന്നെയോ പ്രായപൂർത്തി എത്തണം. പ്രായപൂർത്തി എത്താൻ നമ്മുടെ ശരീരത്തിന് ചില അടയാളങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ അടയാളങ്ങൾ ഉണ്ടാകുന്ന സമയം മുതൽ നമുക്ക് നമസ്കാരം നിർബന്ധമാകും. അപ്പോൾ 5 നേരത്തെ നമസ്കാരം ആർക്കൊക്കെ നിർബന്ധമാകുന്നത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളുകൾക്ക്. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുതിർന്നവരായിട്ടുണ്ട് എന്ന് അറിയിക്കാൻ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന് ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളായി ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയം മുതൽ 5 നേരത്തെ നമസ്കാരവും നമുക്ക് നിർബന്ധമാകും. കേട്ടോ? അപ്പോൾ അങ്ങനത്തെ ആളുകളാണ് മുക്കല്ലഫ്. അപ്പോൾ ഹൈല് അതുപോലെ തന്നെ നിഫാസ്, ഈ 2 കാര്യങ്ങൾ ഇത് സ്ത്രീകൾക്കുണ്ടാകുന്ന കാര്യമാണ്. നമ്മുടെ ഉപ്പമാർക്കോ വല്ലുപ്പമാർക്കോ ഇക്കാക്കമാർക്കോ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മുടെ ഇത്താത്തമാർക്കും പിന്നെയോ ഉമ്മമാർക്കൊക്കെയാണ്, അതുപോലുള്ള സ്ത്രീകൾക്കാണ് ഇതുണ്ടാവുക. അവർ മാത്രം അതുണ്ടാകുന്ന സമയത്തു മാത്രം അവർ നമസ്കരിക്കണ്ട, അല്ലാത്ത എല്ലാ സമയത്തും നമ്മളെല്ലാവരും നമസ്കരിക്കണം. കേട്ടോ? അപ്പോൾ
ഹൈലോ നിഫാസോ ഉള്ളപ്പോൾ, വായിക്കുന്നത് ശ്രദ്ധിക്കൂ. ഹൈലോ നിഫാസോ ഉള്ളപ്പോൾ നമസ്കാരം നിഷിദ്ധവും അസാധുവുമാണ്. ആ സമയത്ത് നമസ്കരിച്ചാൽ അത് അസാധുവാകും, ആ നമസ്കാരം ശരിയാവില്ല. പിന്നെയോ ആ സമയത്ത് നമസ്കരിക്കാൻ തന്നെ പാടില്ല, ആ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇതാര് പറയുന്നതാ? അള്ളാഹു പറയുന്നതാ അല്ലേ? അള്ളാഹു അല്ലേ നമ്മളെ നമസ്കരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത്? അള്ളാഹു നിബിത്തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത് ആ നിബിത്തങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അല്ലേ? ആ അള്ളാഹു തആല തന്നെയാണ് എന്തു പറയുന്നത്? നമസ്കാരം ആ സമയത്ത് അവർ നിർവഹിക്കൽ നിഷിദ്ധമാണ്. എന്താ നിഷിദ്ധം എന്ന് പറഞ്ഞാൽ? പാടില്ലാത്ത കാര്യമാണ്. നിഷിദ്ധം എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് അവർ നമസ്കാരം നടത്താൻ പാടില്ല. മാത്രമല്ല അവർ നടത്തിയാൽ ആ നമസ്കാരം ശരിയാവുമോ? ഇല്ല. അതാണ് പറഞ്ഞത് അസാധുവാണ്. ഞാൻ ഒന്നുകൂടി വായിച്ച് നമുക്ക് ഇന്ന് പാഠം അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ, എൻ്റെ കൂടെ വായിക്കണം കേട്ടോ. ഹൈലോ നിഫാസോ ഉള്ള സ്ത്രീകൾ ഒഴിച്ച് എല്ലാ മുക്കല്ലഫിനും, എങ്ങനെ വായിച്ച്? എല്ലാ മുക്കല്ലഫിനും 5 നേരത്തെ നമസ്കാരം നിർബന്ധമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളയാളാണ് മുക്കല്ലഫ്. ശ്രദ്ധിക്കണേ. ഹൈലോ നിഫാസോ ഉള്ളപ്പോൾ നമസ്കാരം നിഷിദ്ധവും അസാധുവുമാണ്. ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം. പിന്നെയോ എന്നും നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആ പാഠഭാഗം എഴുതിയിട്ട് ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കട്ടിക്കൂട്ടി എഴുതേണ്ട അക്ഷരങ്ങളുണ്ട് അല്ലേ? ഉള്ളപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? എന്താ കട്ടിക്കൂട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്? കട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രദ്ധിച്ചോ? ഇങ്ങനെ എഴുതിയിട്ട് ഉള്ള അല്ലേ? ഇങ്ങനെയല്ലേ ഉള്ളാന്ന് എഴുതിയത്? കട്ടിക്കൂട്ടാൻ വേണ്ടി ഈ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? മലയാളത്തിലൊന്നും ഇങ്ങനെ ചിഹ്നമുണ്ടോ? ഓരോ അക്ഷരം കട്ടിക്കൂട്ടാൻ ഓരോ കോലത്തിലാണ് അല്ലേ? നാ കട്ടിക്കൂട്ടുമ്പോൾ ഇന്ന അങ്ങനെ എഴുതുക, കാ കട്ടിക്കൂട്ടുമ്പോൾ ക അങ്ങനെ എഴുതുക അല്ലേ? നമ്മൾ അറബിയിലോ ഏത് അക്ഷരം കട്ടിക്കൂട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ചിഹ്നം ഉപയോഗിച്ചാൽ മതി. എന്ത് എളുപ്പമാണല്ലേ? നല്ല എളുപ്പമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ വളരണം. നല്ല കുട്ടികളായി പഠിച്ചു വളരണം. അല്ലാഹു തആല നല്ലവണ്ണം പഠിച്ച് നമസ്കരിക്കാനും അതുപോലെ അല്ലാഹു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.